ഇവിടെ പാമ്പിനെ കിട്ടുമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. ഇവിടെ പാമ്പും ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. ഇത് ഭയങ്കര സ്പൈസിയാ. നമ്മൾ ഏത് ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ലോക്കൽ ഫുഡ് സ്ട്രീറ്റ്? ഓക്കെ, എന്തൊക്കെ കിട്ടുന്നുള്ള നമുക്ക് നോക്കാം. ഓക്കെ, പേയ്മെന്റ് കൊടുത്തോ? ഓക്കെ, മെട്രോയില് എത്രയായി? 9 രൂപ ആണല്ലേ? ഒരാൾക്ക് 3 രൂപ. ഇതിൽ കളക്ട് ചെയ്യാം, ഇവിടെ എത്തും എടുത്ത്. ഓക്കെ, ഇവിടെ ഓപ്പണായി. ഇത് നമ്മൾ കയ്യിൽ വെക്കണം. നോർമൽ നമ്മുടെ നാട്ടിലുള്ള മെട്രോയുടെ അതേ സിസ്റ്റം തന്നെ. എക്സിറ്റ് ചെയ്യുന്ന എവിടെയാണോ അവിടെ നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്യണം. നമ്മൾ ഏത് സ്റ്റേഷനിൽ ഇറങ്ങിയിരുന്ന നമ്മളെ? ടാൻകാൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഏതോ ഒരു ഫുഡ് സ്ട്രീറ്റ് തപ്പി ഇറങ്ങിയതാണ്. ഇവരാണ് ഫുഡ് സ്ട്രീറ്റ് തപ്പിയ ആള്. കിട്ടിയടാ, ചതിച്ച് ഏതോ വയലിന്റെ പുറത്ത് ഏതേതാ എത്തിയിട്ടുണ്ട്. അലിബാബ ഉണ്ട് കണ്ടോ നമ്മളിവിടെ. സോറി, അലിബാബ. ഇവിടെ ഫുഡ് സ്ട്രീറ്റ് ഇല്ല മോനെ, പക്ഷെ കൊള്ളാം, നല്ല വൈബ് സ്ഥലമാണ്. നമുക്കിവിടെ ഇരിക്കാം കുറച്ച് നേരം. ഓക്കെ, ഇരിക്കണം, ഇല്ലെങ്കിൽ വീട് പോകും. കാലുമ്പോൾ നീര് വെച്ചിട്ടുണ്ട്. അതിവിടെ ഗൂഗിൾ മാപ്പൊന്നും വർക്കിംഗ് അല്ല, ഗൂഗിൾ മാപ്പൊന്നും അക്യുറേറ്റ് അല്ല. പിന്നെ ഇവിടെ ബൈജു അല്ല, ഇവിടെ മാപ്പിൻ്റെ പേരെന്താ? ബൈദുവിൽ ഓൺലി ചൈനീസ് മാത്രമേ ഉള്ളൂ. ഇത് ചൈനയുടെ ഒരു പ്രോബ്ലം അത് തന്നെയാണ്. കാരണം അവരുടെ ആപ്പുകൾ എല്ലാം ഫുള്ളി ചൈനീസാണ്. ഇപ്പം മെക്ഡി തന്നെ നമ്മൾ പോകുമ്പോൾ വളരെ കുറഞ്ഞ മെക്ഡിയിൽ മാത്രമേ ഇംഗ്ലീഷ് ഉള്ളൂ, ബാക്കിയുള്ളതിലൊക്കെ ചൈനീസ് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അങ്ങനെ ആരെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് വേണം പോകാൻ. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം ഒരു ഗ്ലോബൽ ആയിട്ട് ആളുകൾ വരുന്ന സ്ഥലത്ത് അവർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് അറിയില്ല അല്ലേ, എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മൾ വന്ന സ്ഥലം മോശമായിട്ടില്ല കേട്ടോ. യെസ്, നാളല്ലേ ഫേസ് 3 സ്റ്റാർട്ട് ചെയ്യണേ? പക്ഷെ നമ്മൾ വന്ന സ്ഥലം മോശമായില്ല. ഓ, ഇത് നല്ല ഉഷാർ സ്ഥലമാടാ, നല്ല രസമുണ്ട്. നമ്മൾ അന്ന് ആ ബ്രിഡ്ജിലാണോ പോയേ? യെസ്, നമ്മൾ അവിടെ ആയിരുന്നു അല്ലേ? ആ, ഇതിൻ്റെ അന്ന് നമ്മൾ ലാസ്റ്റ് ഒരു 2 days മുന്നാടി വന്ന സമയത്ത് നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്താണ് പോയിരുന്നത്. ഇപ്പം നമ്മളുള്ളത് ഇവിടെയാണ്, ഇതിൻ്റെ ഈ ബ്രിഡ്ജിൻ്റെ ഈ സൈഡിലാണ്. ഓ, എല്ലാ ബിൽഡിങ്ങുകളും LED വാളാണ്. കാരണം അത്രയും ഓരോരോ ക്യാൻറ്റൺ ഫെയറിൻ്റെ ഏതാ ക്യാൻറ്റൺ ടവർ? അതാണ് ക്യാൻറ്റൺ ടവർ. നമ്മളിതിന് മുന്നേ 2 ദിവസം മുന്നേ ക്യാൻറ്റൺ ടവർ കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചിരുന്നു. ആ ഭാഗത്ത് വേറൊരു ലോകമുണ്ട്, ഇത് വേറെ. ഇവിടെ ബോട്ട് സഫാരി ഒക്കെ ഉണ്ടല്ലോ അല്ലേ? നൈറ്റ് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ടതാ. ഇതുപോലെ നൈറ്റ് സഫാരി നമുക്ക് പോവാം. നമ്മളെന്തായാലും അപ്രതീക്ഷിതമായി ഇങ്ങോട്ട് എത്തിയാണ്. ഫുഡ് സ്ട്രീറ്റ് തപ്പി ഇറങ്ങിയതാണ്. ഈ ബിൽഡിംഗ് ഒക്കെ എന്താണ് ഇതിൻ്റെ? ഓ, നോ ചാൻസ്. വീണ്ടും ഫുഡ് സ്ട്രീറ്റ് അന്വേഷിച്ച് നടക്കുകയാണ്. ഫുഡ് സ്ട്രീറ്റ് കിട്ടിയേ മതിയാവും എന്നുള്ള ഭാഷയിൽ. അവനെ ഫുഡ് സ്ട്രീറ്റ് കിട്ടുമോ? എന്താ എൻ്റെ അഭിപ്രായം? ആരെന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? 15 മിനിറ്റ് 1 കിലോമീറ്റർ ഉണ്ട്. ഓൾറെഡി ഇപ്പോൾ 1.5 കിലോമീറ്റർ ആയി. നമ്മൾ ലൊക്കേഷൻ മാറിയതാണോ അതെന്ത് ആയതാണോ അറിയില്ല. എന്തായാലും അവിടെ ഒരു പയ്യനെ കിട്ടി, അതിനോട് ചോദിച്ചു നോക്കുകയാണ് എങ്ങനെ പോകണം എന്നുള്ളത്. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നോക്കാം, ലെറ്റ്സ് സീ. പക്ഷെ ഇത് താറാണോ അത് G-Wagon? G-Wagon കിട്ടും, കിട്ടാതിരിക്കില്ല. ചൈനീസ് ഫുഡ് തിരഞ്ഞ് ലാസ്റ്റ് 7-Eleven കയറി, ഒന്നും കിട്ടിയില്ല. ഇവിടെ എന്തല്ലടാ, ഇതെന്താന്നറിയാം? സ്ട്രീറ്റ് ഫുഡ്, ചൈനീസ് സ്ട്രീറ്റ് ഫുഡ്. നടന്ന് ക്ഷീണിച്ച് ലാസ്റ്റ് മോൺസ്റ്റർ
ഇവരുടെ എന്തൊക്കെയോ ഇവിടെ എന്താ നോക്കാം. എന്താടാ എവിടെ എന്താ നമ്മളെ മോൺസ്റ്റർ എന്താടാ ഇതിന് സ്മെല്ല് എന്താ? ഞാൻ നോട്ടെ സ്മെല്ല് ചെയ്ത് നോട്ടെ. ഇത് രസമുണ്ട്. ഇതോ ഇതിക്ക് വേണ്ട. സോ ഇത് ഭയങ്കര സ്പൈസിയാ. ചിക്കൻ്റെ എന്തോ അല്ലേ ഇത് കൊള്ളാം. സ്ട്രീറ്റ് ഫുഡ് കിട്ടിയില്ലെങ്കിലും ആ സ്ട്രീറ്റിലൂടെ നടന്നപ്പോൾ കിട്ടി. അതുകൊണ്ട് നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് ക്യാബ് എടുത്തിട്ട് എവിടേക്കാ മേലെ നമ്മൾ പോകണം? കറക്റ്റ് സ്ഥലം ഇവിടെ മെഗ്ഡി ഉണ്ടായിരുന്നടാ. യു ചീറ്റ്. ഓ ആ പാലാണത്. ഞങ്ങൾ വൈപ്പറിടാൻ പറഞ്ഞാണ്. അന്ന് നോക്കിയ ഇതിലാണ് ആഡ് പോയിരുന്നത് അല്ലേ? അതാണ് നമ്മുടെ വാക്കിംഗ് പോയത്. വാക്കിംഗ് പോയ പിടിച്ച അതാണ്. ആ പിടിച്ചില്ല നമ്മൾ വാക്കിംഗ് പോയത്. യെസ്. അപ്പൊ ഇതിലാണ് LED സ്ട്രിപ്പിന്റെ എങ്ങനെ വരുന്നത്? ഓ LED സ്ട്രിപ്പാണ് ഫുള്ള്. യെസ് ഫുള്ളി സ്ട്രിപ്പുകൾ കെട്ടിയിട്ടുള്ളതാണ് അല്ലേ? ടെക്നോളജിയുടെ കാര്യത്തിൽ നല്ല ട്രാഫിക് ബ്ലോക്ക്. ടൈം എത്രയായി? 10:30 അല്ലേ? 11 ആയില്ലേ? 11. ഈ ഒരു ഏരിയ മാത്രമേ തിരക്കുള്ളൂ ആക്ച്വലി. വേറെ ഏരിയകളിലൊന്നും. നമ്മളന്ന് കണ്ട ഒരു ട്രാമിന്റെ സ്റ്റേഷനല്ലേ അത്? അതെ, ഇതാണ് മെയിൻ ഗോൺഷു സിറ്റിയുടെ മെയിൻ ഈ ഒരു ഏരിയ തന്നെയാണ്. കാരണം ഇവിടെയാണ് നൈറ്റ്. ബാക്കിയുള്ളിടത്തൊക്കെ ഏകദേശം ഷോപ്പുകളൊക്കെ നോർമലി ഇവിടെ ഒരു 5:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. ഓപ്പൺ ആണെങ്കിൽ 11 ആവും. ഇത്രേ ഉള്ളൂ ഇവിടുത്തെ ഒരു. പിന്നെ ഈ ഒരു ഏരിയ ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഒരു 11 o'clock മാക്സിമം 11:30 വരെ. എനിക്ക് തോന്നുന്നു നാളെ മെയ് 1 ആയതുകൊണ്ട് ലീവാണ് അല്ലേ? 3 ദിവസം. ഇവിടെ 3 ദിവസം ലീവ് ഉണ്ട് അല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് ഇത്ര റഷ് എന്ന് തോന്നുന്നു. ആക്ച്വലി നമ്മൾ ഈ ഒരു ക്യാബ് എടുത്ത് നമ്മൾ ബൈ വാക്ക് പോവുകയാണെങ്കിൽ 2 കിലോമീറ്റർ ഉള്ളായിരുന്നു. പക്ഷേ ക്യാബ് എടുത്തപ്പോൾ 6.5 കിലോമീറ്റർ വന്നു. വാക്കാവുമ്പോൾ നമ്മൾ ഇടവഴികൾ ചൂസ് ചെയ്ത് പോവാം. ഇതാകുമ്പോൾ ബൈ റോഡ്. രാത്രി ആക്റ്റീവാണ്, നൈറ്റ് ആക്റ്റീവാണ്. ഈ ഒരു ഏരിയ മാത്രമേ നൈറ്റ് ആക്റ്റീവ് ഉള്ളൂ. പക്ഷെ ഇവര് ഇത് ഈ ഒരു ലൈറ്റ്സ് ഒക്കെ ഒരു 10 മണിയാകുമ്പോൾ ഓഫ് ആക്കും അല്ലേ? ബ്രിഡ്ജ് ലൈറ്റൊക്കെ 10 മണിയാകുമ്പോൾ ഓഫ് ആക്കും. ഇപ്പൊ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് അല്ലേ? വലിയൊരു എക്സ്പ്ലോറിങ് നടന്നു അവിടെ. കാലം